മഴതോരു മുൻപയുടെ വരാൻ പോകുന്ന കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീണ് കിടക്കുന്ന എൽസമ്മയെ കാണുവാൻ വേണ്ടി അലീനയും ഔതക്കുട്ടിയും അഞ്ജലിൽ ചെല്ലുകയാണ്. അഞ്ജലിൽ നിന്നും തിരിച്ചു വന്ന അലീന സ്റ്റാൻലി വിവരം അറിയിക്കുകയാണ്. എൽസമ്മ ആൻറ്റിയുടെ അവസ്ഥ വളരെ കഷ്ടമാണെന്നും എനിക്കവിടെ പോയി എൽസമ്മ ആൻറ്റി ശുശ്രൂഷിക്കണമെന്നും അറിയിക്കുകയാണ്. എന്നാൽ സ്റ്റാൻലി അതിനെ എതിർക്കുകയാണ്. സ്റ്റാൻലിയെ ഒരുവിധം പറഞ്ഞ് സമ്മതിപ്പിച്ച് അലീന സ്റ്റാൻലിയെയും ബബിതയെയും കൂട്ടി അഞ്ജലിലേക്ക് പോവുകയാണ്. അഞ്ജലിലെ വീട്ടിലെത്തിയ സ്റ്റാൻലി എൽസമ്മയുടെ അവസ്ഥ കണ്ട് ഞെട്ടിപ്പോവുകയും പിന്നീട് അലീനയോട് അവിടെ നിൽക്കുവാൻ വേണ്ടി സമ്മതിക്കുകയും ചെയ്യുന്നതാണ് കഴിഞ്ഞ കഥയിൽ നമ്മൾ കേട്ടത്. അടുത്ത കഥയിലേക്ക് പോകുന്നതിന് മുൻപായി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ബബിതയ്ക്ക് അലീനയെ അഞ്ജലിയിൽ വിട്ടിട്ട് കുളുത്തൂപ്പുഴയ്ക്ക് മടങ്ങാൻ മടിയുണ്ടായിരുന്നു. അലീന അവളെ ആശ്വസിപ്പിച്ചു. ആഗ്രഹിക്കുമ്പോഴൊക്കെ നിനക്ക് ഇങ്ങോട്ട് വരാമല്ലോ. എന്നും രാവിലെ ഇങ്ങോട്ട് വാ, ഉച്ചയ്ക്ക് തിരിച്ചു പോകാം. ബൈജുവിനോട് പറഞ്ഞാൽ കൊണ്ടുവന്ന് വിടും. അല്ലെങ്കിൽ ഒരു ബസ്സിൽ കയറിയിരുന്നാൽ 1 മണിക്കൂർ മതി. അതൊക്കെ ശരിയാ, എന്നാലും ചേച്ചി ഇത് ഏറ്റെടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നോ? എന്തൊരു നാറ്റമാ ആ മുറിക്കുള്ളിൽ. അവരിനി രക്ഷപ്പെടുമോ ചേച്ചി? എനിക്കറിയില്ല മോളെ, എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്ന് നോക്കാം. എനിക്ക് 2 മിനിറ്റ് നിൽക്കാൻ പറ്റില്ല ആ റൂമിൽ. ചേച്ചിക്ക് എങ്ങനെ മനസ്സ് വരുന്നു? എന്തൊരു കഷ്ടപ്പെടാ അവരെ ശുശ്രൂഷിക്കണമെങ്കിൽ. ഞാൻ അവിടുന്നല്ലേ മോളെ വന്നത്. എല്ലാവരും മറന്നുപോകുന്ന ഒരു കാര്യമാത്. ഓരോരോ രോഗത്തിന് അടിമപ്പെട്ട് മരണം കാത്തുകിടക്കുന്ന അനാഥരായ കുറേ വൃദ്ധജനങ്ങളുണ്ടായിരുന്നു സ്നേഹനികേതനിൽ. ചിലർ വെറും ശ്വാസം മാത്രമായിട്ട് എത്രയോ ദിവസം കിടന്നു. ബ്രീത്താമമ്മയും ഞാനും രേവതിക്കുട്ടിയുമൊക്കെയാ അവരെ നോക്കിയിരുന്നത്. ചേച്ചിക്ക് അറപ്പ് തോന്നുന്നില്ലേ? നമ്മളിൽ ആർക്കും ഇങ്ങനെയൊരു ദുർവിധി വരാമെന്ന് വിചാരിക്കണം. അപ്പോൾ അറപ്പൊക്കെ താനേ മാഞ്ഞു പോകും. ബബിത ദീർഘശ്വാസം എടുത്തു. അലീന പപ്പയുടെ അടുത്തേക്ക് ചെന്നു. പപ്പ, എൻ്റെ കാര്യം ഓർത്ത് ഒരു വിഷമവും വിചാരിക്കണ്ട. ഈ ജോലി എനിക്ക് നന്നായിട്ടറിയാം. ഒരു കാര്യം ചെയ്യാം, ഞാൻ കാറ് കൊണ്ടുപോകണില്ല. അതിവിടെ കിടക്കട്ടെ. നിനക്കതുകൊണ്ട് ആവശ്യം വരും. അതിൻ്റെ ആവശ്യമില്ല പപ്പ. എങ്ങോട്ട് പോകണമെങ്കിലും ഓട്ടോറിക്ഷയ്ക്ക് പോകാമെന്നല്ലേ ഉള്ളൂ. ഹോസ്പിറ്റലിൽ പോകേണ്ടി വരും, ടൗണിൽ പോകേണ്ടി വരും, മാർക്കറ്റിൽ പോകേണ്ടി വരും. കാർ ഉള്ളതാ നല്ലത്. ചിലപ്പോൾ എൽസമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട ആവശ്യം പോലും വന്നേക്കാം. പപ്പയ്ക്ക് നിർബന്ധമാണെങ്കിൽ കുളത്തുപുഴ ചെന്നിട്ട് ബൈജുവിൻ്റെ അടുത്ത് കൊടുത്തയച്ചാൽ മതി, അലീന പറഞ്ഞു. അത് സ്റ്റാൻലി അംഗീകരിച്ചു. ഞാൻ പോയിട്ട് വൈകുന്നേരം വരാം. പപ്പ എന്തിനാ വരുന്നത്? വേണ്ട, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിച്ചോളാം. പപ്പ പൈസ തന്നില്ലായിരുന്നു. ഓ, അത് ഞാനിപ്പോൾ മറന്നു പോയേനെ. അയാൾ പേഴ്സിൽ നിന്ന് പണമെടുത്ത് അലീനയുടെ ഹാൻഡ് ബാഗിൽ വെച്ചു കൊടുത്തു. അലീന അതെടുത്ത് എണ്ണാൻ തുടങ്ങി. സ്റ്റാൻലിക്ക് കുറച്ചിൽ തോന്നി. എന്തിനാ എണ്ണുന്നത്? ഓ, 450 രൂപയേ ഉള്ളൂ അല്ലേ? അലീന കുസൃതിച്ചിരിയോട് ചോദിച്ചു. 450? മുഴുവൻ 500 രൂപ നോട്ടുകളാ. 10,000-ൽ കൂടുതലുണ്ട്. എൻ്റെ പപ്പ, ആറ്റിൽ കളഞ്ഞാലും അളന്നു കളയണമെന്ന് എത്ര നാളായിട്ട് പറയുന്നു. പപ്പ 1,00,000 രൂപ തന്നു എന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിച്ചു തരുമോ? ഒരിക്കലുമില്ല. 450 തന്നുള്ളൂ എന്ന് പറഞ്ഞാൽ പപ്പ സമ്മതിക്കുമോ? സമ്മതിക്കുമെങ്കിൽ എണ്ണണ്ട. സമ്മതിക്കാൻ മനസ്സില്ലെങ്കിൽ തീർച്ചയായും എണ്ണണം. അവളത് എണ്ണി തീർത്തു. 13,500 രൂപ. തൽക്കാലം എത്രയാണെങ്കിലും മതി. ഇടയ്ക്ക് ഞാൻ ചോദിച്ചു വാങ്ങിക്കോളാം. ഇനിയും പണം വേണ്ടി വരുമോ? അതിൻ്റെ ആവശ്യം സ്റ്റാൻലിക്ക് മനസ്സിലായില്ല. ഒരാൾ ഭക്ഷണം പോലും വേണ്ടാത്ത അവസ്ഥയിൽ കിടക്കുകയാണ്. മരുന്ന്, ഡോക്ടർ, പരിശോധനകൾ. എന്നാലും സ്റ്റാൻലിയുടെ കണ്ണുകളിലെ സംശയത്തിൻ്റെ അർത്ഥം അലീനയ്ക്ക് മനസ്സിലായി. പൈസയൊക്കെ ഇനിയും വേണ്ടിവരും പപ്പ. ഒരുപാട് പ്രശ്നങ്ങൾ പരിഹരിക്കാനുണ്ട്. പിന്നീട് പറയാം. ഇപ്പം പറഞ്ഞാൽ പപ്പയ്ക്ക് ഭയങ്കര ദേഷ്യം വരും. എന്താണെന്ന് സ്റ്റാൻലി ചോദിച്ചില്ല. കാറിൽ കയറാൻ നേരം ബബിത പറഞ്ഞു. ചേച്ചി, വൈകിട്ട് വരണേ. ഇന്നെന്തായാലും വരാൻ പറ്റില്ല മോളെ. ഞാൻ നാളെ വരാം. എന്നാൽ ബജിച്ചേട്ടൻ കാറ് കൊണ്ടുവരുമ്പം ആ കൂടെ ഞാനും വരട്ടെ. ഇന്ന് വേണ്ട, നാളെ ഞാൻ നിന്നെ വിളിച്ചോളാം. ഞാൻ അടുത്ത് തന്നെ ഇല്ലേ, ഇത്തിരി ദൂരമല്ലേ ഉള്ളൂ. എനിക്ക് ഒറ്റയ്ക്ക് കിടക്കുമ്പം ഭയങ്കര സങ്കടം വരും, കഴിഞ്ഞതൊക്കെ ഓർത്തിട്ട്. അന്നേരം എന്നെ വിളിച്ചോ. നീ ഉറങ്ങുന്നത് വരെ ഞാൻ സംസാരിച്ചോളാം. ഫോണിൽ കൂടി ഒരു താരാട്ടുകൂടി പാടി ഉറക്കുന്ന കാര്യം ഞാൻ ഏറ്റു, അലീന പുഞ്ചിരിയോടെ പറഞ്ഞു. സ്റ്റാൻലി കാറിൽ കയറിയിട്ട് വീടിന് നേർക്ക് നോക്കി. ടോജോ മൂക്കിൽ വിരലിട്ട് കിള്ളിക്കൊണ്ട് സിറ്റൗട്ടിലെ തൂണിൽ ചാരി നിസ്സംഗനായി നിൽപ്പുണ്ട്. ടെൽസ അലീനയുടെ ഷാൾ പിടിച്ച് ഭംഗി നോക്കുന്നു. കൈ ഉയർത്തി പോവുകയാണെന്ന് പറഞ്ഞ് സ്റ്റാൻലി കാറിനുള്ളിലേക്ക് കയറി. റീത്താമ്മയുടെ വീടിൻ്റെ സിറ്റൗട്ടിൽ നിന്ന്
ആരൊക്കെയോ ഇങ്ങോട്ട് നോക്കി നിൽക്കുന്നത് അലീന കണ്ടു. റീത്താമ്മയും ഒരു യുവാവും ഒരു പെൺകുട്ടിയും. ഇവിടെ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് അവർ നിരീക്ഷിക്കുകയാണെന്ന് അലീനയ്ക്ക് മനസ്സിലായി. ഇന്നലെ വീടിന്റെ ടെറസിലിരുന്നായിരുന്നു സൂക്ഷ്മ വീക്ഷണം. അലീന ടെൽസിയെ കൂട്ടി വീട്ടിനുള്ളിലേക്ക് കയറിപ്പോയി. ഇന്നലെ കിട്ടിയ സമയം കൊണ്ട് അവൾ വീടിന്റെ ഉൾഭാഗം, പ്രത്യേകിച്ച് ഹാളും ബെഡ്റൂമുകളും ഒരുവിധം ചിട്ടപ്പെടുത്തിയിരുന്നു. അലീന ടോജോയെ വിളിച്ച് റൂമിലേക്ക് വരുത്തി. എൽസമ്മ കിടക്കുന്ന മുറിയിൽ നിൽക്കാൻ അവന് മടിയുണ്ടായിരുന്നു. മമ്മിയെ ചികിത്സിച്ച ഡോക്ടറുടെ കാർഡും മരുന്നിന്റെ കുപ്പികളും മരുന്നുണ്ടെങ്കിൽ അതും ഒന്ന് കാണിച്ചു തരണം, അലീന ടോജോയോട് ആവശ്യപ്പെട്ടു. മരുന്ന് ഇവിടെ ഉണ്ട്, ബാക്കിയെല്ലാം റീത്താമ്മ ആൻറ്റിയുടെ കയ്യില, ടോജോ പറഞ്ഞു. ഇവിടെ ഒരു സാധനവുമില്ലേ? കോട്ടൺ ഇല്ല, ലോഷൻ ഇല്ല, ഓയിൽമെന്റ് ഇല്ല, ഇത്തിരി ഡെറ്റോൾ പോലും ഇല്ല. മമ്മിയുടെ മുഖമൊന്ന് തുടയ്ക്കാൻ ഇത്തിരി പഴന്തുണിയെങ്കിലും ഉണ്ടോ? ടോജോ മുറിവിട്ടുപോയി. അലീന എൽസമ്മയെ തന്നെ നോക്കി നിന്നു. എൽസമ്മയും നോക്കുന്നുണ്ടായിരുന്നു. താൻ വന്നതും മുറിയിൽ നിൽക്കുന്നതും അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെന്ന് അലീന ഊഹിച്ചു. കണ്ണിൽ എതിർപ്പാണ് കാണുന്നത്. അലീന നോക്കിയപ്പോൾ അവർ കണ്ണടച്ചു കളഞ്ഞു. ടോജോ എവിടുന്നോ ഒരു കഷ്ണം പഴന്തുണി കൊണ്ടുവന്നു കൊടുത്തു. അലീന കുനിഞ്ഞ് എൽസമ്മയുടെ മുഖം ഒപ്പി. ഇടതുവശത്തെ കടവായ്ക്കോണിലൂടെ ഒളിച്ചിറങ്ങിക്കൊണ്ടിരുന്ന ഉമിനീരും തുടച്ചു. നാറ്റം വമിക്കുന്ന തലയനുടെ ഒരു ഭാഗം ഉമിനീർ വീണ് കുതിർന്നിരുന്നു. നമുക്ക് കടയിലൊന്ന് പോകേണ്ടി വരും ടോജോ, എൻ്റെ കൂടെ വരണം, അലീന പറഞ്ഞു. ഞാനും വരും, ടെൽസ പറഞ്ഞു. ഇവിടെ ആരുമില്ലാതെ എങ്ങനെയാ? ശരി, ടോജോ വരണ്ട, ഞാനും ടെൽസയും കൂടി പോയിക്കൊള്ളാം. നീ പോയി ഡ്രസ്സ് മാറിയിട്ട് വാ. ഇതുപോരെ? ടെൽസ ചോദിച്ചു. പോരാ, നീ ഒന്ന് മേല് കഴുകുകയും വേണം. എന്നാൽ ഞാൻ വരുന്നില്ല. മടിച്ചി, നിന്നെ ഞാൻ ശരിയാക്കി തരാം, ഇങ്ങു വാ. അലീന അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ചുകൊണ്ട് കുട്ടികളുടെ ബെഡ്റൂമിനോട് അനുബന്ധിച്ചുള്ള കുളിമുറിയുടെ നേർക്ക് നീങ്ങി. ടെൽസ എതിർപ്പിൽ കിണുങ്ങിക്കൊണ്ട് അവളെ അനുഗമിച്ചു. ടെൽസയെ ഒരുക്കി ഇറക്കി ഓട്ടോറിക്ഷ പിടിച്ച് അലീന ടൗണിലെത്തി. അവളൊരു ലിസ്റ്റ് തയ്യാറാക്കിയിരുന്നു. മെഡിക്കൽ സ്റ്റോറിൽ നിന്നും സ്റ്റേഷനറി കടയിൽ നിന്നും പലവ്യഞ്ജന കടയിൽ നിന്നും മറ്റുമായി സാധനങ്ങളെല്ലാം വാങ്ങി. അതിനിടയിൽ ടെൽസ ചോക്കോബാർ വേണമെന്ന് പറഞ്ഞ് അവളെ തോണ്ടി. അലീന ഒരു കോഫി ബാറിൽ അവളെ കൂട്ടിക്കൊണ്ടുപോയി മിൽക്ക് ഷേക്കും ചോക്കോബാറും വാങ്ങിക്കൊടുത്തു. ഓട്ടോറിക്ഷ പിടിച്ചു തന്നെ അലീന സാധനങ്ങളുമായി വീട്ടിലെത്തിച്ചേർന്നു. അലീന ബാഗ് എടുത്ത് അതിൽ നിന്ന് തൻ്റെ ഡ്രസ്സ് എടുത്ത് മാറി ധരിച്ചു. അതിനുശേഷം എൽസമ്മയുടെ റൂമിൽ കയറി. മുറി കഴുകാനുള്ള വെള്ളം പിടിച്ച് സോപ്പ് പൊടി കലക്കി ഒരു പ്ലാസ്റ്റിക് കുപ്പിയിൽ ലോഷൻ കലർത്തി വെച്ചു. എൽസമ്മയുടെ ദേഹം തുടയ്ക്കാനുള്ള വെള്ളം ചൂടാക്കി അതിൽ ഡെറ്റോൾ ഒഴിച്ചു. കോട്ടണും ടവലും എല്ലാം അവൾ കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വന്നിരുന്നു. മുറിയിലെ പൊട്ടിപ്പൊളിഞ്ഞ ടീപ്പോ മാറ്റിയിട്ട് ലിവിംഗ് റൂമിൽ കിടന്നതെടുത്ത് മുറിയിലിട്ടു. ഇത്രയും ആയപ്പോഴേക്കും റീത്താമ്മയുടെ നിഴൽ മുറിയുടെ വാതിലിനപ്പുറം വീണു. അലീന നോക്കിയപ്പോൾ മുൻപ് അവരുടെ സിറ്റൗട്ടിൽ കണ്ട യുവാവുമുണ്ട് പിന്നിൽ. നിനക്കെന്താ ഇവിടെ കാര്യം? റീത്താമ്മ ക്രൂതയായി അവളെ നോക്കി. നിങ്ങൾക്കെന്താ ഇവിടെ കാര്യം? അലീന തിരിച്ചു ചോദിച്ചു. എൻ്റെ അനുജത്തിയുടെ വീടാ ഇത്. എൻ്റെ പപ്പയാണ് നിങ്ങളുടെ അനുജത്തിയുടെ ഭർത്താവ്. എൻ്റെ പപ്പയുടേതാണ് ഈ വീട്. നിന്റെ ഉദ്ദേശം എന്താണെന്നാ ചോദിച്ചത്? ഞാൻ എൽസമ്മ ആൻറ്റിയെ നോക്കാൻ വേണ്ടി വന്നതാ. എൻ്റെ അനുജത്തെ നോക്കാൻ അവളുടെ പ്രായമായ മക്കളുണ്ട്, ഞാനുണ്ട്, ഞങ്ങളുടെ ആങ്ങളമാരുണ്ട്, അവരുടെ മക്കളുണ്ട്. നീ ആരാ എൽസമ്മയുടെ? നിനക്ക് എന്താ അവകാശം? എന്നെ എൻ്റെ പപ്പയാ ഇങ്ങോട്ടേക്ക് അയച്ചിരിക്കുന്നത്. നിന്റെ ഒരു പപ്പ? ഏതോ ഒരുത്തിക്ക് പിഴച്ചുപറ്റുണ്ടായി നീയും അതിന് കാരണക്കാരനായ നിന്റെ പപ്പയും. ഇതുവരെ എവിടെയായിരുന്നു നിങ്ങൾ രണ്ടുപേരും? ഈ വഴിക്ക് കണ്ടില്ലല്ലോ. ഇതുവരെ ഞങ്ങളാ എൽസമ്മയുടെ കാര്യം നോക്കിയത്. ഇനി ബാക്കി നോക്കാനും ഞങ്ങൾക്കറിയാം. ഇനി നിന്റെ സേവനമൊന്നും ഇവിടെ ആവശ്യമില്ല. അത് തീരുമാനിക്കേണ്ടത് എൻ്റെ പപ്പയാ, നിങ്ങളല്ല. നിങ്ങൾ അനുജത്തിയെ നോക്കി വിശേഷമൊന്നും പറയണ്ട. നാറിയിട്ട് ആ കട്ടിനടുത്തേക്ക് അടുക്കാൻ പോലും വയ്യ. പുഴുക്കളരിക്കുന്നുണ്ടല്ലോ അവരെ കിടത്തിയ പായിലും പ്ലാസ്റ്റിക് ഷീറ്റിലും. താഴെ തളം കെട്ടിക്കിടക്കുന്നത് മൂത്രമല്ലേ? നിങ്ങളുടെ ഈ മാതിരിയുള്ള ശുശ്രൂഷയിൽ നിങ്ങളുടെ അനുജത്തി എത്ര ദിവസം കൂടി ജീവിച്ചിരിക്കും? നിങ്ങളുടെ പട്ടി ചാകാൻ കിടന്നാൽ ഇതിനേക്കാൾ പരിഗണന കാണിക്കുമല്ലോ. എൻ്റെ പപ്പയുടെ കയ്യിൽ നിന്ന് എത്ര രൂപ നിങ്ങൾ വാങ്ങി ഇവരെ ചികിത്സിക്കാൻ വേണ്ടി? വാട്ടർ ബെഡ് വാങ്ങിക്കാൻ നിങ്ങൾക്ക് തോന്നിയില്ലല്ലോ. ബെഡ്സോറ് വന്ന് അവരുടെ പുറം മുഴുവൻ പൊട്ടിത്തുടങ്ങിയല്ലോ. ഞാനൊരു അനാഥാലയത്തിൽ ജീവിച്ചവളാ. അവിടെ ആരുമില്ലാതെ ഉപേക്ഷിക്കപ്പെട്ട് കിടന്ന പാവങ്ങളെ ഞങ്ങൾ ഇതിനേക്കാൾ എത്ര നന്നായിട്ടാണ് നോക്കിക്കൊണ്ടിരുന്നത്. അലീനയുടെ ധർമ്മരോഷം മുഴുവൻ വാക്കുകളായി പുറത്തേക്ക് തിളച്ചു തൂകി. മമ്മി അവളോട് തർക്കിക്കാൻ നിൽക്കണ്ട, വാ നമുക്ക് വേറെ വഴി നോക്കാം, റീത്താമ്മയുടെ അരികിൽ നിന്ന് യുവാവ് പറഞ്ഞു. അവർ രണ്ടുപേരും ഉടൻ തന്നെ തിരിച്ചു പോവുകയും ചെയ്തു. അലീന തൻ്റെ ജോലി തുടർന്നു. എലിസമ്മയുടെ ഡ്രസ്സ് കുറേശ്ശെ അഴിച്ചു മാറ്റി. വ്രണങ്ങൾ പൊറ്റകെട്ടി
തുണിയോട് ചേർന്ന് പറ്റിപ്പിടിച്ചിരുന്നതിനാൽ പഞ്ഞി ചൂടുവെള്ളത്തിൽ മുക്കി കുതിർത്ത് പതിയെ അടർത്തിയെടുക്കേണ്ടി വന്നു. വാരിയെല്ലുകളെ ചുറ്റി നട്ടലിന് താങ്ങായി ഇട്ടിരുന്ന പ്ലാസ്റ്റർ ശരീരം ശോഷിച്ചു പോയതോടെ ചതഞ്ഞു പൊടിഞ്ഞിരുന്നു. അലീന ഒരു കത്തി കൊണ്ട് അത് മുറിച്ചു മാറ്റി. എൽസമ്മയുടെ എല്ലരിച്ച ശരീരം ചെരിച്ചു കിടത്തി. പഞ്ഞി ഡെറ്റോളിൽ മുക്കി പുറം ഭാഗം വൃത്തിയായി തുടച്ചു. ബെഡ്സോർ വന്ന ഭാഗങ്ങൾ പപ്പടത്തിന്റെ വട്ടത്തിൽ കറുത്ത് കരിവാളിച്ച് കാണപ്പെട്ടു. അലീന പഞ്ഞിമുക്കി തുടച്ചപ്പോൾ കരിന്തൊലി ഇളകി പഴുത്ത വ്രണങ്ങൾ ദൃശ്യമായി. ഇനി എന്തു ചെയ്യണമെന്നറിയാതെ അവൾ കുറെ നിമിഷങ്ങളോളം സ്തംഭിച്ചിരുന്നു പോയി. തൽക്കാലം വ്രണം കുത്തിയിളക്കാതെ പഞ്ഞിയിൽ അയഡിൻ പുരട്ടി പതിച്ചു വെച്ചു. അരയ്ക്ക് കീഴ്പോട്ടുള്ള വസ്ത്രങ്ങൾ മാറ്റി ഡെറ്റോൾ ഒഴിച്ച് ചൂടുവെള്ളത്തിൽ ടവൽ മുക്കി തുടച്ചു. എൽസമ്മയുടെ കാലുകളിലും ബെഡ്സോറിന്റെ ലക്ഷണങ്ങൾ കാണാനുണ്ടായിരുന്നു. കുട്ടികളുടെ മുറിയിൽ കിടന്ന ഒരു കട്ടിൽ ടോജോയുടെ സഹായത്തോടെ അവൾ മുറിയിലെത്തിച്ചു. അതിൽ വൃത്തിയുള്ള പായും പുതിയ ഷീറ്റും വിരിച്ച ശേഷം അതിലേക്ക് എൽസമ്മയെ മാറ്റിക്കിടത്തി. എൽസമ്മ കിടന്ന കട്ടിൽ കുട്ടികളുടെ സഹായത്തോടെ എടുപ്പിച്ച് വീടിന്റെ പിന്നാമ്പുറത്ത് കൊണ്ടുപോയി ഇട്ടു. അതുവരെ ഉപയോഗിച്ചിരുന്ന പുതപ്പും ഷീറ്റും പായും മറ്റും മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ചു കളയാൻ ടോജോയെ പറഞ്ഞേൽപ്പിച്ചു. ചൂടുവെള്ളത്തിൽ ഷാമ്പു ചേർത്ത് എൽസമ്മയുടെ തല കഴുകി തുടച്ച് പുതുവസ്ത്രങ്ങൾ ധരിപ്പിച്ച് കിടത്തിയ ശേഷം അലീന സോപ്പ് വെള്ളം ഉപയോഗിച്ച് മുറിയുടെ തറയും ഭിത്തിയും കഴുകി ലോഷൻ വെള്ളത്തിൽ കലർത്തി വൃത്തിയായി തുടച്ചു. അതിനുശേഷം വെളിയിൽ പോയി അതുവരെ എൽസമ്മ കിടന്നിരുന്ന കട്ടിൽ തേച്ച് കഴുകി വെടിപ്പാക്കി വെയിലത്ത് ഉണങ്ങാനിട്ടു. അപ്പോഴേക്കും ബൈജു കുളത്തൂപ്പുഴയിൽ നിന്ന് കാറുമായി എത്തി. അവൻ കാറിൽ നിന്ന് ഒരു ഫ്രൂട്ട്സ് ബാസ്ക്കറ്റ് എടുത്ത് അവളെ ഏൽപ്പിച്ചു. അവതക്കുട്ടിച്ചായൻ തന്നയച്ചതാ, ഉച്ചഭക്ഷണമാ. പൗലോസിയേട്ടനെ കൊണ്ട പായ്ക്ക് ചെയ്യിപ്പിച്ചത്. എനിക്ക് മാത്രമേ ഉള്ളോ? അലീന ചോദിച്ചു. പിള്ളാർക്ക് കൂടി കാണും. ബൈജു കഴിച്ചോ? ഞാൻ അവിടുന്ന് കഴിച്ചിട്ടാ പോന്നത്. ബൈജുവിന് ഉടനെ തിരിച്ചു പോകണമോ? നിൽക്കണമെങ്കിൽ പറഞ്ഞാൽ മതി. എനിക്ക് ബൈജുവിൻ്റെ സഹായം ആവശ്യമായി വരും. ഊണിന് ശേഷം അലീന ടോജോയെയും കൂട്ടി ടൗണിലേക്ക് പോകാൻ ഇറങ്ങി. അവൾക്ക് ഹോസ്പിറ്റലിൽ പോയി എൽസമ്മയെ ചികിത്സിച്ച ഡോക്ടറെ കാണണമായിരുന്നു. ബൈജു കാർ ഓടിച്ചു. ടോജോയ്ക്കാണ് ഹോസ്പിറ്റലും ഡോക്ടർമാരെയും പരിചയമുള്ളത്. 3 ഡോക്ടർമാരാണ് എൽസമ്മയെ ചികിത്സിച്ചിരുന്നതെന്ന് അവൻ പറഞ്ഞു. അതിലൊരാൾ ന്യൂറോ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ചന്ദ്രശേഖര വാര്യരാണ്. അലീന ആദ്യം അദ്ദേഹത്തെ കണ്ടു. ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി പോകുമ്പോൾ പേഷ്യന്റിന് നല്ല മാറ്റമുണ്ടായിരുന്നു. പക്ഷേ വീട്ടിൽ ചെന്ന ശേഷം ഒരു സ്ട്രോക്ക് കൂടി ഉണ്ടായി. 2ാമത് സ്ട്രോക്ക് ഉണ്ടായാൽ പിന്നെ രക്ഷപ്പെടുത്തെടുക്കാൻ അല്പം ബുദ്ധിമുട്ടാണ്, ഡോക്ടർ ചന്ദ്രശേഖര വാര്യർ പറഞ്ഞു. അലീന കാണിച്ച ക്യാപ്സൂളുകളും ടാബ്ലറ്റുകളും അയാൾ നോക്കി. മെഡിസിൻസ് ഇതുതന്നെ കണ്ടിന്യൂ ചെയ്യുക, വേറെ എന്തു ചെയ്യാൻ? പിന്നീട് അലീന ഓർത്തോ സ്പെഷ്യലിസ്റ്റ് കുര്യാക്കോസിനെ കണ്ടു. ബാക്ക് ബോണിന് ഒരു പൊട്ടലുണ്ടെന്നേ ഉള്ളൂ. അതത്ര സീരിയസ് അല്ല. പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ടായിരുന്നു. അയാൾ കേസ് ഷീറ്റ് എടുപ്പിച്ച് പരിശോധിച്ചു. എക്സ്റേ ഫിലിമും MRI സ്കാൻ റിസൾട്ടും ഒരിക്കൽ കൂടി നോക്കി. പ്ലാസ്റ്റർ അയഞ്ഞു പോയത് സാരമില്ല. ഇവിടെ തന്നെ 2 ആഴ്ചയോളം കിടന്നതല്ലേ, അതിനകം ശരിയായിട്ടുണ്ടാവണം. മാത്രമല്ല പേഷ്യന്റ് അനങ്ങാൻ വയ്യാതെ കിടപ്പായിരുന്നല്ലോ. ഡിസ്ചാർജ് ആയതിനു ശേഷം പ്ലാസ്റ്റർ വേണമെന്നില്ലായിരുന്നു. ടോജോ പരിചയപ്പെടുത്തിയ 3ാമത്തെ ഡോക്ടർ ഫിസിയോതെറാപ്പിസ്റ്റ് മാത്തുക്കുട്ടിയായിരുന്നു. മാത്തുക്കുട്ടി അല്പം ദേഷ്യത്തിലാണ് സംസാരിച്ചത്. ആരുണ്ട് ആ സ്ത്രീയെ കെയർ ചെയ്യാൻ? ഇവിടെ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ പോലും പ്രോപ്പർ കെയർ അവർക്ക് കിട്ടിയിട്ടില്ല. കുറെ റിലേറ്റീവ്സ് വല്ലപ്പോഴും വന്ന് മൂക്കത്ത് വിരൽ വെച്ച് നോക്കി നിന്നിട്ട് പോകും. ഇവിടുന്ന് ഡിസ്ചാർജ് ചെയ്തു കൊണ്ടുപോയപ്പോഴേ എനിക്കറിയാം അവർക്കിനി അധികം ആയുസില്ലെന്ന്. അവർക്ക് 2ാമതൊരു സ്ട്രോക്ക് വന്നില്ലെങ്കിലേ അത്ഭുതപ്പെടാനുള്ളൂ. അലീന ആ വഴക്കെല്ലാം ക്ഷമയോടെ കേട്ടിരുന്നു. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തന്നാൽ അതുപോലെ ചെയ്യാം. ഇനി എന്തെങ്കിലും ചെയ്തിട്ട് എന്ത് കാര്യം? ഒരു സാധ്യതയുമില്ലേ ഡോക്ടർ? പറയുന്നതുപോലെ ആര് ചെയ്യും? ആ പേഷ്യൻ്റെ റിലേറ്റീവ്സിനെ എനിക്കറിയാം. മക്കളും സഹോദരങ്ങളും ഒക്കെയുണ്ട്. ആരും ഒന്നും ചെയ്യില്ല. ഞാൻ ചെയ്യും ഡോക്ടർ. നിങ്ങൾ ആരാണ്? ഞാനും ഒരു ബന്ധുവാണ്. എവിടെയായിരുന്നു ഇത്രയും നാൾ? ഡോക്ടർ, ഞാൻ വിവരം അറിയാൻ കുറച്ച് വൈകിപ്പോയി. ഇത്ര സീരിയസ് ആണെന്നൊന്നും ആരും പറഞ്ഞില്ല. പേഷ്യൻ്റെ കൂടെ താമസിക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? പറ്റും. എത്ര നാൾ? അവർക്ക് സുഖമാകുന്നത് വരെ. വെറുതെ ഒരു കസേരയും ഇട്ട് ബെഡിനരികെ നോക്കിയിരുന്നാൽ പോരാ, നല്ല പോലെ ജോലി ചെയ്യണം. ഒരമ്മ സ്വന്തം കുഞ്ഞിനെ എങ്ങനെ ശുശ്രൂഷിക്കുമോ അതുപോലെ വേണം അവരെ പരിചരിക്കാൻ. എന്നെക്കൊണ്ട് കഴിയുന്നത് പോലെ ഞാൻ ശ്രമിക്കാം ഡോക്ടർ. ഓക്കെ, അങ്ങനെ ആയിക്കോട്ടെ. പേഷ്യൻ്റെ എൽഡർ സിസ്റ്റർ 3-4 ദിവസം മുൻപ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അവരുടെ കൂടെ ആ വീട്ടിൽ ചെന്നു പേഷ്യന്റിനെ കണ്ടു. യാതൊരു വൃത്തിയുമില്ലാത്ത ഒരു മുറി.
ആരും കെയർ ചെയ്യാനില്ലാതെ ഒരു മാലിന്യ കൂമ്പാരത്തിൽ കിടക്കുന്ന പോലെ. അത് ശരിയാണെന്ന് അലീന തലയാട്ടി. അവരോട് ഞാൻ പലവട്ടം പറഞ്ഞതാ, ആരും ഒന്നും ചെയ്തില്ല. എന്നാലും ഒന്നുകൂടെ പറയാം, ഒരു ജീവൻ രക്ഷപ്പെടുന്നെങ്കിൽ അത്രയും ആകട്ടെ എന്ന് കരുതി മാത്രം. 24 മണിക്കൂറും അറ്റൻഷൻ കൊടുക്കണം പേഷ്യൻറ്റിന്. ഫിസിയോതെറാപ്പി കൊണ്ട് മാത്രമേ എന്തെങ്കിലും മാറ്റം ഉണ്ടാക്കാൻ സാധിക്കൂ. അതുതന്നെ പല ഘട്ടങ്ങളുണ്ട്. ആദ്യത്തെ ഘട്ടം പാസീവ് എക്സസൈസ്. തളർന്നു കിടക്കുന്ന വശം കൈയും കാലും തോളും കഴുത്തുമെല്ലാം മസാജ് ചെയ്തുകൊണ്ടിരിക്കണം. കൈകളും കാലുകളും നമ്മൾ തന്നെ പിടിച്ച് മടക്കുകയും നിവർക്കുകയും ചെയ്യണം. കൈയുടെയും കാലിൻ്റെയും വിരലുകളും മടക്കി നിവർത്തിക്കൊണ്ടിരിക്കണം. 3 കാര്യങ്ങളാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 1. ബ്ലഡ് സർക്കുലേഷന് കുഴപ്പം വരാതെ നോക്കുക. 2. കൈയുടെയും കാലിൻ്റെയും ഒക്കെ ജോയിൻസിൻ്റെ മൊബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക. സന്ധികൾ പ്രവർത്തനക്ഷമമാക്കി സൂക്ഷിക്കുകയാണ് ലക്ഷ്യം. 3. മസിൽസ് ശോഷിച്ചു പോകാതെ നോക്കുക. ഇതാണ് പാസീവ് എക്സസൈസ്. ഇത് നമ്മൾ ആഴ്ചകളോളം ക്ഷമയോടെ പ്രതീക്ഷയോടെ ചെയ്തുകൊണ്ടേയിരിക്കണം. അക്കൂടെ തന്നെ പൊസിഷൻ ചേഞ്ചിങ്ങും നടത്തണം. ഇതൊക്കെ മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? ഉവ്, അലീന തലയാട്ടി. ഓരോ മണിക്കൂർ ഇടവിട്ട് പേഷ്യൻറ്റിൻ്റെ കിടപ്പിൻ്റെ പൊസിഷൻ മാറ്റണം. 1 മണിക്കൂർ നേരെ കിടന്നാൽ അടുത്ത 1 മണിക്കൂർ വലതുവശത്തേക്ക് ചരിച്ച്, പിന്നെ ഇടതുവശത്തേക്ക് ചരിച്ച്, വീണ്ടും നേരെ. രാത്രിയിൽ ഇത് 2 മണിക്കൂർ ഇടവിട്ട് ചെയ്യണം. രാത്രിയിൽ പൊതുവെ ചൂട് കുറവാണല്ലോ. പേഷ്യൻറ്റിന് ബെഡ് സോർ വരാതിരിക്കാൻ വേണ്ടിയാണിത്. അല്ലെങ്കിൽ ദേഹം പഴുത്തു പൊട്ടും. നിങ്ങളുടെ പേഷ്യൻറ്റിന് ഒരു വാട്ടർ ബെഡ് പോലും ഇതുവരെ വാങ്ങിച്ചിട്ട് കൊടുത്തിട്ടില്ലെന്ന് ഓർക്കണം. ഇപ്പോഴുണ്ടോയെന്ന് എനിക്കറിയില്ല. 4 ദിവസം മുൻപ് വരെ ഇല്ലായിരുന്നു. ഞാൻ ഇന്ന് തന്നെ വാങ്ങിക്കാം ഡോക്ടർ, അലീന പറഞ്ഞു. ഇപ്പോൾ തന്നെ ബെഡ് സോറായി കാണുമല്ലോ. ഉവ്, അതിൻ്റെ ചികിത്സ വേറെയാണ്. നിങ്ങളൊന്ന് ഫിസിഷ്യനെ കണ്ടിട്ടേ പോകാവൂ. ശരി ഡോക്ടർ. തീർന്നില്ല. രണ്ടാമത്തെ ഘട്ടം ആക്റ്റീവ് എക്സസൈസ്. ആക്റ്റീവ് സ്റ്റേജ് എന്ന് പറയും. അതായത് പേഷ്യൻറ്റിനെ എൻകറേജ് ചെയ്ത് അവരെ കൊണ്ട് കൈകാലുകൾ താനെ മടക്കാനും നിവർക്കാനും പ്രേരിപ്പിക്കുക. ശുശ്രൂഷിക്കുന്നയാൾക്ക് അസാമാന്യമായ ക്ഷമ ആവശ്യമുള്ള ഘട്ടമാണിത്. 100 തവണ നിങ്ങൾ നിർബന്ധിക്കുമ്പോഴായിരിക്കും പേഷ്യൻ്റ് 1 തവണ കൈയൊന്ന് മടക്കാൻ ശ്രമിക്കുന്നത്. കാരണം അത്രയ്ക്ക് വീക്കായിരിക്കും അവരുടെ മനസ്സ്. പിന്നെയും പിന്നെയും നമ്മൾ പ്രേരിപ്പിച്ചു കൊണ്ടേയിരിക്കണം. ഇനി മൂന്നാമത്തെ ഘട്ടം ആക്റ്റീവ് അസിസ്റ്റീവ് സ്റ്റേജ് എന്ന് പറയും. പേഷ്യൻ്റ് താനെ കൈയും കാലുമൊക്കെ ചലിപ്പിച്ചു തുടങ്ങും. പക്ഷേ നമ്മൾ കൂടി ഹെൽപ്പ് ചെയ്യണം. താങ്ങി എഴുന്നേൽപ്പിക്കുക, തിരിഞ്ഞു കിടക്കാൻ ശ്രമിക്കുമ്പോൾ ചെറുതായി ഒന്ന് സഹായിക്കുക. പേഷ്യൻ്റ് തനിയെ എന്തു ചെയ്യാൻ ശ്രമിക്കുമ്പോഴും ഒരു ചെറിയ താങ്ങും വലിയ പ്രോത്സാഹനവും. അലീന തലകുലുക്കി സൂക്ഷ്മ ശ്രദ്ധയോടെ കേട്ടുകൊണ്ടിരുന്നു. ഇനി നാലാമത്തെ ഘട്ടം ആക്റ്റീവ് റെസിസ്റ്റീവ് എക്സസൈസ്. അതായത് പേഷ്യൻ്റ് തനിയെ കൈകാലുകളും വിരലുകളും മടക്കാനും നിവർക്കാനുമൊക്കെ തുടങ്ങും. പക്ഷേ നമ്മൾ അതിനെ എതിർക്കണം. പേഷ്യൻ്റ് കൈമുട്ട് മടക്കുമ്പോൾ നമ്മൾ അവരുടെ കയ്യിൽ അതിനെതിരായിട്ട് ബലം പിടിക്കണം. എന്നിട്ട് മടക്കാൻ പ്രേരിപ്പിക്കണം. മസിൽസിൻ്റെ പവർ കൂട്ടാൻ വേണ്ടിയാണിത്. അടുത്തത് 5ാമത്തെ ഘട്ടം. അപ്പോഴേക്കും പേഷ്യൻറ്റിന് തനിയെ എഴുന്നേൽക്കാനും ഇരിക്കാനും അല്പം നടക്കാനുമൊക്കെ സാധിക്കണം. 5ാമത്തെ ഘട്ടത്തിൽ പലതരം എക്സസൈസ് ഉണ്ട്. സൈക്ലിംഗ്, റോവിംഗ്, ഷോൾഡർ വീൽ, റോപ്പ് ആൻഡ് പുള്ളി. അതെല്ലാം ഞാൻ പിന്നീട് വിശദമായിട്ട് പറയാം. ആദ്യം ഇത്രയിടം വരെ എത്തട്ടെ. ഇപ്പോഴും ഞാൻ ആ ചോദ്യം ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. 24 മണിക്കൂറും പേഷ്യൻറ്റിനെ കെയർ ചെയ്യാൻ സാധിക്കുമോ നിങ്ങൾക്ക്? സാധിക്കും, അലീന ദൃഢസ്വരത്തിൽ പറഞ്ഞു. ഞാൻ നോക്കിക്കൊള്ളാം ഡോക്ടർ. പലരും സമ്മതിച്ച് തല ഉലുക്കിയിട്ട് പോകും. ആദ്യത്തെ 3-4 ദിവസം ഒരുമാതിരിയൊക്കെ ശ്രദ്ധിക്കും. പിന്നെ അതൊരു ഭാരമാകും. അടുത്തിരിക്കാൻ പോലും ആരും ഉണ്ടാവില്ല. സ്വന്തം മക്കൾ പോലും അതിനുള്ള സന്നദ്ധത കാണിക്കില്ല. പറയാൻ 100 കാരണങ്ങളും ന്യായങ്ങളും കാണും. ഭാരം ഒഴിഞ്ഞാൽ മതിയെന്നാണ് എല്ലാവർക്കും ആഗ്രഹം. അധികം വൈകാതെ ആയുസ് എത്തുകയും ചെയ്യും. അത്തരം 100 കണക്കിന് കേസുകൾ എനിക്കറിയാം. ഇടയ്ക്ക് ചോദിക്കാൻ മറന്നു, എന്താണ് പേര്? അലീന. എന്തു ചെയ്യുന്നു? പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല, അലീന പുഞ്ചിരിച്ചു. പ്രായമായവരെ ശുശ്രൂഷിച്ച് പരിചയമുണ്ടോ? ഞാൻ നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞപ്പോഴത്തെ ആ കോൺഫിഡൻസ് കണ്ടിട്ട് ഒരു സംശയം. എനിക്ക് പരിചയമുണ്ട് ഡോക്ടർ. വെരി ഗുഡ്. പക്ഷേ ബെഡ് സോറായി കഴിഞ്ഞ നിലയ്ക്ക് ഭയങ്കര റിസ്ക് ഉണ്ട് കേട്ടോ. സാരമില്ല. പേഷ്യൻ്റ് ആരാണെന്നാണ് പറഞ്ഞത്? ബന്ധുവാണ്, അലീന പുഞ്ചിരിച്ചു. ഓക്കെ, വിഷ് യു ഓൾ ദി ബെസ്റ്റ്. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എന്നെ വന്ന് കാണണം. ഞാൻ ഫോൺ നമ്പർ തരാം. ഏത് പാതിരായ്ക്കും വിളിച്ച് ചോദിക്കാം. മാത്തുക്കുട്ടി ഫോൺ നമ്പർ അടിച്ച കാർഡ് കൊടുത്തു. അലീന നന്ദി പറഞ്ഞ് കൺസൾട്ടിംഗ് റൂമിൽ നിന്നും ഇറങ്ങി. ഹോസ്പിറ്റലിലെ ഫിസിഷ്യനെ കൂടി കൺസൾട്ട് ചെയ്തിട്ടാണ് അവൾ ഫാർമസിയിലേക്ക് വന്നത്.
ബെഡ് സോറിന് ചികിത്സിക്കാൻ ആവശ്യമായ മരുന്നുകൾ ഫാർമസിയിൽ നിന്ന് വാങ്ങി. വാട്ടർ ബെഡ് അവിടെ കിട്ടുമായിരുന്നില്ല. പുനലൂരോ കൊട്ടാരക്കരയിലോ പോകേണ്ടി വരുമെന്ന് ഫാർമസിയിൽ നിന്ന് ഉപദേശം കിട്ടി. അലീന ബൈജുവിനെ സമീപിച്ച് 10,000 രൂപ ഏൽപ്പിച്ചു. പുനലൂരിൽ പോയി വാട്ടർ ബെഡ് വാങ്ങണം. കിട്ടാവുന്നതിൽ നല്ലത് തന്നെ വേണം വാങ്ങാൻ. മെഡിക്കൽ ഉപകരണങ്ങൾ വിൽക്കുന്ന കടയിലേ കിട്ടൂ. പുനലൂരിൽ പോയി കിട്ടിയില്ലെങ്കിൽ കൊട്ടാരക്കരയ്ക്ക് പോകണം. എത്ര രൂപയാകും? ബൈജു ചോദിച്ചു. എനിക്കറിയില്ല. ഏതായാലും ഇത് തികയാതെ വരില്ല. പോയിട്ട് വാ. ഞാനും ഡോജയും കൂടി ഓട്ടോറിക്ഷ പിടിച്ച് പോയിക്കൊള്ളാം. ബൈജു നേരെ കാറിൽ പുനലൂർക്ക് വച്ച് പിടിച്ചു. അലീനയും ടോജോയും ഓട്ടോറിക്ഷയിൽ അഞ്ജലിയുടെ വീട്ടിലേക്ക് പോയി. അവിടെ ചെന്നപ്പോഴേ അലീന കണ്ടു റീത്താമ്മയുടെ വീട്ടുമുറ്റത്ത് കാറും ജീപ്പും ബൈക്കും. റീത്താമ്മയുടെ ആങ്ങളമാർ എത്തിച്ചേർന്നിട്ടുണ്ടാകുമെന്ന് അവൾ ഊഹിച്ചു. ടാനിയ ക്ലാസ് കഴിഞ്ഞ് എത്തിയിരുന്നു. അവൾ റീത്താമ്മയുടെ വീട്ടിലേക്ക് പോയി. വാങ്ങിക്കൊണ്ടുവന്ന മരുന്നുകളും മറ്റു സാധനങ്ങളും അലീന എൽസമ്മയുടെ മുറിയിലെ ടീപ്പോമേൽ വെച്ചു. ടെൽസ അലീനയെ പറ്റി കൂടി. അവൾ വാങ്ങിക്കൊണ്ടുവന്ന സാധനങ്ങളെടുത്ത് തിരിച്ചും മറിച്ചും നോക്കി. ഏതാനും മിനിറ്റുകൾക്കകം സിറ്റൗട്ടിലും ലിവിംഗ് റൂമിലും കാൽപെരുമാറ്റങ്ങളും അടക്കിപ്പിടിച്ച സംഭാഷണങ്ങളും കേൾക്കാനായി. അലീന വാതിൽക്കൽ വന്ന് നോക്കി. എൽസമ്മ ആൻറ്റിയുടെ സഹോദരന്മാരും റീത്താമ്മ ആൻറ്റിയും. ഞങ്ങളുടെ പെങ്ങളെ നോക്കാൻ വേണ്ടിയാ നീ വന്നിരിക്കുന്നതെന്ന് ഇവിടെ ആരാണ്ട് പറയുന്നത് കേട്ടു. അച്ഛനും കുഞ്ഞ് മീശമേൽ വിരലോടിച്ചുകൊണ്ട് അലീനയെ നോക്കി. ശരിയാണ്, അലീന പറഞ്ഞു. വയ്യാതെ കിടക്കുന്നവരെയെല്ലാം ശുശ്രൂഷിക്കാൻ നീ ആരാടി? മദർ തെരേസയോ? ഞങ്ങളുടെ പെങ്ങളെ നോക്കാൻ ഞങ്ങൾക്കറിയാം. അതിന് ഇവിടെ ഒരുത്തിയുടെയും മോശാലം വേണ്ട. എൽസമ്മ ആൻറ്റിയുടെ ചികിത്സാ സൗകര്യങ്ങൾ ഏർപ്പാടാക്കേണ്ടത് എൽസമ്മ ആൻറ്റിയുടെ ഭർത്താവാ. എൽസമ്മ ആൻറ്റി ശുശ്രൂഷിക്കേണ്ടത് അവരുടെ മക്കളും. നിങ്ങൾക്കല്ല അതിനൊന്നും തീരുമാനിക്കാനുള്ള അവകാശം. ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു. അവളെ ഒരു വൃദ്ധസ്ഥാനത്തിൽ കൊണ്ടാക്കാനുള്ള എല്ലാ ഏർപ്പാടും ചെയ്തു കഴിഞ്ഞു. അവൾക്ക് വേണ്ടി ഒരു മുറിയും ബുക്ക് ചെയ്തു. അവിടെ അവളെ ശുശ്രൂഷിക്കാൻ നല്ല ഒന്നാന്തര ഹോം നഴ്സുമാരുണ്ട്. അലീനയുടെ മനസ്സ് പിടഞ്ഞുപോയി. എന്നിട്ടവൾ അച്ഛൻ കുഞ്ഞിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു, അതിനേക്കാൾ ഭേദം ഈ മുറ്റത്തൊരു ശവക്കുഴി തോണ്ടി അതിനകത്തിട്ട് ജീവനോടെ കുഴിച്ചു മൂടുന്നതായിരുന്നു. അലീന രോഷാകുലിയായി. ആടി, അത് ഞങ്ങൾ വേണ്ട പോലെ ചെയ്തോളാം. നിന്റെ ഉപദേശമൊന്നും വേണ്ട. നാളെ രാവിലെ വണ്ടി വരും അവളെ കൊണ്ടുപോകാൻ. റീത്താമ്മയാണ് മറുപടി പറഞ്ഞത്. ഈ മക്കളുടെ സമ്മതമില്ലാതെ നിങ്ങൾക്ക് അവരുടെ അമ്മയെ കൊണ്ടുപോകാൻ പറ്റില്ല, അലീന വീറോടെ പറഞ്ഞു. അത് കേട്ട് അച്ഛൻ കുഞ്ഞ് പൊട്ടിച്ചിരിച്ചു. ഇത്രയുമാണ് ഇന്നത്തെ കഥ. അടുത്ത കഥയുമായി വീണ്ടും വരാം. ബൈ.